ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കൂ, ഈ രണ്ട് ബീറ്റ്റൂട്ട് വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതായത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകൂട്ടാനാണ്. നല്ലൊരു കറിയാണ്, ഈസിയായ കറിയാണ്. അപ്പോൾ അതിനാദ്യം ഈ ബീറ്റ്റൂട്ട് മുറിച്ചെടുക്കണം. അതിനു മുന്നേ നമുക്ക് ഇതിനു വേണ്ടി വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ബീറ്റ്റൂട്ട് കറിക്ക് ആദ്യം വേണ്ട കാര്യം നമ്മൾ പരിപ്പ് വേവിക്കലാണ്, തുവരപ്പരിപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാൻ തുവരപ്പരിപ്പ് കഴുകി ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് പരിപ്പേ ഉള്ളൂ കേട്ടോ, ഒരു അരക്കപ്പ് പരിപ്പേ ഉള്ളൂ. അത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ബീറ്റ്റൂട്ടൊക്കെ ശരിയാക്കി എടുക്കാം. അപ്പോൾ അതേ നമ്മളെ പരിപ്പൊക്കെ വെന്തു. ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർക്കണം. അതിനായിട്ട് നമ്മളെ ബീറ്റ്റൂട്ട് ഉണ്ട്. ബീറ്റ്റൂട്ട് കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് മുറിച്ച് വെച്ചത്. പിന്നെ ഒരു വലിയ തക്കാളി, പിന്നെ ഒരു സവാള, പിന്നെ ഒരു നടുകീറിയ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കണം. അതിന് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇത്രയൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇവിടെ മുളക് പൊടീൻ്റെ അളവ് വളരെ കുറവാണ്, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മുളക് പൊടി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ വളരെ കുറച്ച് വെച്ചാൽ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ ഉപ്പാണ് വേണ്ടത്. അത് ആവശ്യത്തിന് ഉപ്പ്. കഷ്ണത്തിന് ആവശ്യമായ ഉപ്പ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക, വേവാൻ ആവശ്യമായ വെള്ളം. എന്നിട്ട് ഇത് നന്നായി ഒരു 2-3 വിസിലൊക്കെ വന്നോട്ടെ. നന്നായി കഷ്ണം ഒന്ന് വെന്തോട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കൂട്ടാനാണ് കേട്ടോ. ഈ കഷ്ണങ്ങൾ വെന്ത് വരുന്ന ഒരു സമയം മാത്രമേ വേണ്ടൂ. പക്ഷെ നല്ല കൂട്ടാനാണ്, പരിപ്പ് കൂട്ടാനാണല്ലോ. അപ്പോൾ ഇതൊന്ന് എടുത്തു വയ്ക്കുകയാണ്. നമ്മൾ ആ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നോട്ടെ കേട്ടോ. കഷ്ണം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് ആവശ്യമായ നാളികേരം അരച്ചെടുക്കണം. അതിനൊരു 2 പിടി നാളികേരം, പിന്നെ 2 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് നമ്മളെ ജീരകമാണ്. ഞാനിപ്പോൾ ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു 3/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് നമ്മളെ ബീറ്റ്റൂട്ടൊക്കെ വെന്തു കണ്ടോ, നല്ല കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല കളറൊക്കെ വന്നു. അപ്പോൾ ഈ നമുക്കിതിലേക്ക് നാളികേരം അരച്ചത് ചേർക്കണം. അപ്പം ഞാനിത് ഇവിടെ നാളികേരം അരച്ചതും അതിൻ്റെ കുറച്ച് വെള്ളമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഒഴിച്ചു കൂട്ടാനാണ്. അപ്പം അങ്ങനെ തിക്ക് ഫോമിൽ എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക, ഉപ്പൊക്കെ നോക്കുക. ഞാനൊരു വറുത്തിടാനുള്ള പാനും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കരിവേപ്പില, ഉണക്കമുളക്, പിന്നെ കുറച്ച് കടുക്, ഒരു വറുത്തിടേണ്ട ആവശ്യമുള്ളൂ. അതവിടെ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കറിയിലേക്ക് ഇത് കടുക് വറുത്തിട്ടാണ് കേട്ടോ. കറി ഓഫ് ചെയ്യാണ്. പാകമായി, നമ്മളെ കറിയൊക്കെ ആയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അത് നമ്മൾ ബീറ്റ്റൂട്ട് കൂട്ടാനൊക്കെ തയ്യാറായിട്ടുണ്ട്. സാധാരണ നമ്മൾ തോരനും പച്ചടിയൊക്കെ അല്ലേ ബീറ്റ്റൂട്ട് വെച്ച് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് ഒരു വ്യത്യസ്തമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. പ്രത്യേകിച്ച് റെസിപ്പി എന്നൊന്നും പറയാനില്ല, പക്ഷേ അതിനൊരു നല്ല സ്വാദുണ്ട്. ഒന്നാമത് പരിപ്പും തക്കാളിയും സവാളയൊക്കെ ഇട്ട ഒരു കറി വെച്ചാൽ തന്നെ നല്ല സ്വാദാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ബീറ്റ്റൂട്ടും കൂടെ ചേരുമ്പം വളരെ നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കൂട്ടാൻ കൂടിയാണ്. അപ്പോൾ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഈ ബീറ്റ്റൂട്ട് കൂട്ടാൻ. എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ. ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.